പ്രിയപ്പെട്ട നിതിൻ ഗഡ്കരിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ സമയവും സാഹചര്യവും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം, ഒത്തു നോക്കണം. കാരണം ദേശീയപാത ഇടിഞ്ഞു വീഴുന്നു, അതൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. മരുമോൻ്റെ ഇമേജ് ഇടിഞ്ഞു നിൽക്കുന്നു, അവിടെ ഫ്ലെക്സ് വയ്ക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നുണ്ട് പിണറായി വിജയൻ. എന്താകും അവസ്ഥ? പിണറായിയെ വിമർശിക്കുന്നവർ പറയുന്നത് പിണറായിക്ക് ഒരു വല്ലാത്ത സോഫ്റ്റ് കോൺട്ര RSSനോടും BJPയോടും ഉണ്ട്. പിണറായി എന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിമർശകർ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുന്നവർ, അത് തലശ്ശേരി കലാപം മുതൽ ഇപ്പോൾ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്തി നിൽക്കുമ്പോൾ വരെ RSSുമായി BJPയുമായി അദ്ദേഹത്തിന് ഉള്ള ഒരു ആഭിമുഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ആഭിമുഖ്യമാണോ എന്നറിയില്ല. നിതിൻ ഗഡ്കരി പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ഒരു വീഴ്ച വരുമ്പോൾ ഇത്തരത്തിലൊരു വലിയ ആപത്ത്, ജനങ്ങളില്ലാതെ പോയത് ഇവിടുത്തെ ആൾക്കാരുടെ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ കുഞ്ഞ് തൻ്റെ നിന്ന് ഒക്കത്ത് വെച്ച് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ നിമിഷം വരെ നിതിൻ ഗഡ്കരി മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആരാന്റെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ആവശ്യം അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ നേച്ചറാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു സ്വഭാവമല്ലേ ഉണ്ടാവുള്ളൂ, പ്രജിതയ്ക്ക് പ്രജിതയുടേതായ സ്വഭാവമല്ലേ. നമ്മൾ കോടാനുകോടി ജനങ്ങൾക്ക് അവരുടേതായ ഓരോരോ വ്യക്തിത്വങ്ങളല്ലേ. അപ്പോൾ റിയാസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ച് വോട്ട് കിട്ടാനായിട്ട് ഇപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോയേ? ഇവർക്ക് ഈ പറയുന്ന മലപ്പുറത്ത് ഈ കാണുന്ന റോഡ് ഇതും കൂടെ അങ്ങ് ചെയ്തു, ഞങ്ങളിതാ എല്ലാം ചെയ്തു നാട്ടുകാരെ, ഞങ്ങളെപ്പോലെ ഇത്രയും വികസന തന്ത്രമുള്ളവർ, പിണറായി വിജയനെ പോലെ ഇത്രയും വലിയ അഡ്മിനിസ്ട്രേറ്റർ, റോഡെങ്കിൽ റോഡ്, പാലമെങ്കിൽ പാലം. അദ്ദേഹം പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നപ്പോൾ സബ്സ്റ്റേഷനുകൾ ഇങ്ങനെ നിരന്നാണ് തിരുവനന്തപുരത്ത് പോയത്. ഞങ്ങളിങ്ങനെ സുഹൃത്തുക്കൾ പരസ്പരം സംസാരിക്കുമായിരുന്നു. ആ ഇടയ്ക്കൊക്കെ എന്തോ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എന്താ ചെയ്തത്, എന്തോ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ. എന്നിട്ട് അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി വന്നതാ, അറിയാലോ, ആ വർഷമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ 2006 മുതൽ തന്നെ ഒരു നീണ്ട എത്ര വർഷമാണത്. 2005 ഈ പാർട്ടി മലപ്പുറം സമ്മേളനത്തിലാണ് ഇദ്ദേഹം പാർട്ടി പിടിക്കുന്നത്. അതും VSനെ പോലൊരു ഒരു വളരെ ശക്തനായ നേതാവ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പിടിക്കുക, സംഘടന കൊണ്ടുവരിക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിനെ ഒരു പാലമാണ് ഈ നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരിയെ കാണാൻ അദ്ദേഹം പോവുക എന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരിയിലൂടെ ഇത്രയും സമയം നിതിൻ ഗഡ്കരി കേരളത്തെ കുറ്റം പറഞ്ഞോ ഇല്ലെന്ന്, ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. റിയാസ് എന്തായാലും കാല് വീണണക്ക് നിതിൻ ഗഡ്കരിയെ അറിയിച്ചിട്ടുണ്ട്. അതൊരു കുഴിയാനയായിരുന്നു വീണത്, നമ്മുടെ അതൊരു പറ്റിപ്പോയതല്ല എന്ന് വെച്ച്. പക്ഷേ തിരിച്ച് MP രാജേഷ് ചോദിച്ചപ്പോൾ ഇന്ന് മാതൃഭൂമിയിൽ ഒരു കാർട്ടൂണുണ്ട്, ഗോപികൃഷ്ണൻ്റെ വാരാന്ത്യം മാതൃഭൂമിയിൽ ഒരു കാർട്ടൂണുണ്ട്, വളരെ രസകരമായി. ഗോപികൃഷ്ണൻ സമകാലിക വിഷയം വെച്ചിട്ട് നമ്മുടെ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ വരച്ചതാണ്, രസകരമായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഗഡ്കരിയുടെ അടുത്ത് അയ്യോ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് റിയാസ് പറയുന്ന ഒരു ചിത്രവും, ദെൻ താഴെ ഒരു ചിത്രമുണ്ട്, ഈ MP രാജേഷ് ഇങ്ങനെ ഒരു പുലിയായി അങ്ങ് നിൽക്കുക. അപ്പോൾ അയ്യോ പറ്റിപ്പോയി എന്ന് രണ്ടാമത്, മറ്റേ അദ്ദേഹത്തെ സോപ്പിട്ടു, ആരെ, ഗഡ്കരിയെ സോപ്പിട്ടു റിയാസ്. അത് ഞാൻ പറയുന്ന ഈ ചിത്രത്തിലെ കാര്യമാണ്, ഫലത്തിൽ അത് തന്നെയാണ്. ഈ 3-ാം തീയതി അദ്ദേഹം പോകുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരാ പറ്റിപ്പോയി, അത് കൺസ്ട്രക്ഷൻകാർക്ക് പറ്റിപ്പോയതാ, കേന്ദ്രത്തിൻ്റെ പിഴവെന്ന് എനിക്ക് പറയേണ്ടി വന്നു, ക്ഷമിക്കണം കൂട്ടുകാരാ എന്ന് പറയാനാണ്. കൂട്ടുകാരൻ വളരെ ആത്മാർത്ഥമുള്ള കൂട്ടുകാരനാണ്. ഗഡ്കരി വളരെ ഇമേജുള്ളൊരു മനുഷ്യനാണ്. ഒരിക്കലും ഇവിടുത്തെ പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ വിളിച്ചു പറയുന്ന ആളല്ല. ഗഡ്കരി എന്ന RSSകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രിയൊന്നും ആവണ്ട. അവിടെയാണ് പിണറായി വിജയൻ എന്ന നേതാവിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കൂടാതെ ഈ പറയുന്ന BJPയും പിന്നെ CPM-ഉം പിണറായി വിജയനും തമ്മിലുള്ള കറക്ക് കമ്പനി അവിടെ വർക്കൗട്ട് ആവുകയാണ്. ഇവിടെ വിജിലൻസ് ഇപ്പോൾ EDയെ പിടിക്കാൻ നടക്കുന്നു. കൊടകര കേസ് സുരേന്ദ്രൻ്റെത് ഏതാണ്ട് മാറി അല്ലേ ആ കേസ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ, കരുവന്നൂർ ബാങ്ക്, അപ്പോൾ ഒരു കറക്ക് കമ്പനി ഇതിനകത്ത് വർക്കൗട്ടാണ്. പറയുന്ന തെറ്റുണ്ടോ? കറക്ക് കമ്പനി അങ്ങനെ നിതിൻ ഗഡ്കരി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഗഡ്കരി മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു തലശ്ശേരി കലാപത്തിൻ്റെ കാര്യം. നരേന്ദ്രമോദിക്കറിയാം തലശ്ശേരി കലാപത്തിൻ്റെ സത്യാവസ്ഥ എന്ന് നരേന്ദ്രമോദിക്കറിയാം. അവിടെ മുതൽ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇപ്പോൾ RSSനോട് ഉണ്ടായിരിക്കുന്ന ആഭിമുഖ്യം നരേന്ദ്രമോദിക്കറിയാം. മോദി ആരെന്നാണ് വിചാരിക്കുന്നത്? അതുകൊണ്ടാണ് മകളുടെ ED കേസ്,
മകളുടെ ഇ ഡി കേസിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഈ കണ്ട രീതിയിൽ വിജിലൻസിൻ്റെ അന്വേഷണം വരുമ്പോൾ ഇനി മകളുടെ കേസ് എങ്ങനെയാവും? ആ കേസും കുറച്ച് നാളത്തേക്ക് അങ്ങനെ അങ്ങ് പോകും. ആവശ്യം വേണ്ടപ്പോൾ എടുത്ത് പുറത്തിടുക. കരുവന്നൂർ ആവശ്യം വേണ്ടപ്പോൾ എടുത്ത് പുറത്തിടുക. ഈ കൊടകര കുഴൽപ്പണ കേസ് ഇ ഡി ആണല്ലോ അന്വേഷിച്ചത്. അന്ന് ഇ ഡി അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും എങ്ങനെയാണ് അത് ഉൾട്ടയായിട്ടല്ലേ വന്നേ? ഇപ്പം എങ്ങനെയായി കൊടകര കേസ് വന്നേക്കണേ? BJP നേതാക്കൾക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ടോ? കൊടകര ഇ ഡി അന്വേഷിച്ച കേസ്. കരുവന്നൂരിൽ ഈ കണ്ട നേതാക്കളൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തതല്ലാതെ ഇങ്ങനെ ഒരു തീരാത്ത സമസ്യ പോലെ വെക്കൊണ്ടിരിക്കുകയല്ലേ കരുവന്നൂർ എന്തെങ്കിലും തീരുമാനമായോ? ഇല്ലല്ലോ. ഉണ്ടോ? അല്ല, തുടങ്ങിയ ഉടനെ തന്നെ ഒരു കേസ് അവസാനിപ്പിക്കാൻ പറ്റും? ഇതൊന്നും ആകത്തില്ല. ഇതെല്ലാം ഇങ്ങനെ നമ്മളെയൊക്കെ കണ്ണിപ്പൊടിയിട്ട് ഇങ്ങനെ നീണ്ടു പോകും. പിണറായി വിജയൻ എന്ന നേതാവിന് അതിനുള്ള കഴിവുണ്ട്. അവിടെയാണ് ഞാൻ പിണറായി നിയന്ത്രിക്കുന്നത് പോലെ അല്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ മിഥ്യാധാരണയാണ്. നിർമ്മല സീതാരാമനെ കാണാൻ പോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ചുമ്മാ ഈ ബ്ലാ കോൺഗ്രസ് അടിച്ചിട്ട് കാര്യമില്ല. അവർ തമ്മിലടിക്കാതെ അവരെന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്താൽ അവർക്ക് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുക. അപ്പോൾ ജൂൺ 3-ാം തീയതി നിതിൻ ഗഡ്കരിയെ അദ്ദേഹം കാണാൻ പോകുന്നത് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കാണ്. NH പറ്റിയ പിഴവാണ്. ഞങ്ങളുടെ പാലമാണെന്നും തോടാണെന്നും ഞങ്ങളതാണെന്നും ഞങ്ങൾ ചെയ്തതാണെന്നും ഒക്കെ പിതൃത്വം അവകാശപ്പെട്ടിട്ടുണ്ട്. അല്ലയോ ഗഡ്കരി, സഹായിക്കണം. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി. അപ്പോൾ അദ്ദേഹം മീറ്റിങ്ങിനൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. മേഘ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയും ആണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം മേഘ കൺസ്ട്രക്ഷൻകാർ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നടപടി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുവരെ സുരേഷ് ഗോപി പക്ഷേ എല്ലാം മറന്നുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങനെ കേരളത്തിലുള്ളവർ ചെയ്തെങ്കിൽ പിടിക്കും, അത് കേന്ദ്രമാണെങ്കിൽ. BJP-കാരനായ മന്ത്രിയാണ്. ഗഡ്കരിയെ പോലൊരു വലിയ നേതാവാണ് ഇതിൻ്റെ പൊതുമരാമത്തിൻ്റെ മന്ത്രി. അതൊക്കെ സുരേഷ് ഗോപിക്കേ പറയാൻ കഴിയുള്ളൂ. സുരേഷ് ഗോപി എല്ലാം മറന്ന് എന്തൊക്കെയോ മൈക്ക് കണ്ടപ്പോൾ പറഞ്ഞു. ഇതിനകത്തൊക്കെ പക്ക രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. സുരേന്ദ്രൻ ഈ നിമിഷം വരെ എന്തെങ്കിലും പറഞ്ഞോ? സുരേന്ദ്രന് ഇപ്പോൾ വലിയ റോളില്ല. ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയും. സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം. പറയേണ്ടത് ഒരു കാര്യം നടക്കുമ്പോൾ ഒരു ചടങ്ങ് പോലെ പറയണമല്ലോ. അതാണല്ലോ രാഷ്ട്രീയം. എന്നെയും പറ്റിക്കണം, നിങ്ങളെയും പറ്റിക്കണം. അതാണ് രാഷ്ട്രീയം. ഒരു വാഗ്ധോരണി. കാര്യം ഇവരൊക്കെ പറയണം എന്താണ് സ്റ്റേറ്റ്മെന്റ്. ഫോർത്ത് എസ്റ്റേറ്റ് ചെല്ലുന്നത് ഇവർ എന്ത് പറയുന്നു എന്ന് സമൂഹത്തെ അറിയിക്കാൻ തന്നെ. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയും. ദ അൾട്ടിമേറ്റ് ഈസ്. അല്ല, എന്നാലും ചേട്ടൻ പറയുന്നത് പോലെ പിണറായി ഇരുന്ന് തിരിക്കുന്നത് പോലെ അല്ല കേന്ദ്രത്തിലെ പ്രജിത തിരിക്കുന്നതെന്നല്ല. കാണാൻ പോകുമ്പോൾ അതിനെ തിരിക്കുക അല്ല. ഇതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ ഈ അവസരത്തിൽ രക്ഷിക്കണം. അത് അങ്ങ് വിചാരിച്ചാൽ നടക്കും. രക്ഷിക്കാം. ഇതാണ് ഇങ്ങനെയില്ല. പിന്നെ എന്ത് രാഷ്ട്രീയം? ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ED-യുടെ ഒരു വാഷിംഗ് മെഷീനാണ് ഇപ്പോൾ BJP. കോൺഗ്രസിനകത്തെ നിരവധി നേതാക്കൾ, MP-മാരൊക്കെ കള്ളപ്പണത്തിൻ്റെ ആൾക്കാർ. ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാം BJP-യിലോട്ട് പോകും. അപ്പോൾ എന്ത് ED മാറ്റി വെച്ചോ? അപ്പോൾ അവരുടെ നേരിൽ അന്വേഷണം ഇല്ല. അപ്പോൾ എന്താ ED? ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ED തെളിയിച്ചിട്ടുള്ളൂ. ED എന്താ ഞാൻ ചോദിക്കട്ടെ? തെളിയിച്ച് നിങ്ങൾ ഓക്കെ, നമ്മൾ സമ്മതിച്ചു. ED തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ED തെളിയിക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ED ഉദ്യോഗസ്ഥർ കറപ്റ്റഡ് ആയിട്ടുള്ള നിരവധി തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ ജനം കണ്ടിട്ടുള്ളതാണ്. ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുക എന്നല്ലാതെ നടപടി എടുത്താൽ എന്താവാനാണ്? നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഭരണകൂടത്തിന് എന്നും തലവേദനയാണ് ഈ ഉദ്യോഗസ്ഥര്. അങ്ങനെയാണെങ്കിൽ എന്നും തലവേദനയാണെങ്കിൽ ആ ഒരു സംഭവത്തെ തന്നെ, ആ ഒരു ഏജൻസിയെ തന്നെ പിരിച്ചുവിടുകയല്ലേ വേണ്ടത്? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു മാവില് ഒരു പുഴുവുള്ള മാങ്ങ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാവ് മൊത്തം വെട്ടിക്കളയാൻ പറ്റും? ആ ഒരു പുഴുവുള്ള മാങ്ങയെ മാത്രം നടപടി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതും പറ്റില്ല. നേരെ തിരിച്ചുള്ള കാര്യം പറയുമ്പോൾ അതും പറ്റില്ല. അതാണ് നമ്മുടെ ഈ പറയുന്ന ബ്യൂറോക്രസി. നമ്മൾ നാളിതുവരെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എബ്രഹാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നമ്മൾ കണ്ടു. ആ സ്ഥാനത്ത് രാജു നാരായണസ്വാമി എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ IAS-ലെ, B അശോക് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ, ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥ. അപ്പം നമുക്ക് എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ED എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആണെന്ന്. ED ഒരു ചുക്കും അല്ല, ചുണ്ണാമ്പും അല്ല. വിജിലൻസ്, ഈ കേരളത്തിലെ വിജിലൻസാണ് അവരെ പിടിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിജിലൻസ് പോക്കാൻ ED-യെ പോക്കാൻ പോകുന്നു. എന്നിട്ട് പിടിച്ചില്ല. എന്തുകൊണ്ട്? അറയ്ക്കുന്നു. അവിടെ ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട്. ഈ കൈക്കൂലി വാങ്ങിച്ച് കേസ് ഒതുക്കി തരാമെന്ന് പറയുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴിയല്ല അവരുടെ ബ്രോക്കർ വന്നേ. അപ്പോൾ നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ. ജൂൺ 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്നു. പറ്റിപ്പോയി കൂട്ടുകാരാ, എന്തെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തദ്ദേശ ഇലക്ഷനിൽ, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം അധോഗതിയാണ്,
പാർട്ടിക്കാരെല്ലാം കൂടെ എന്നെ എടുത്ത് ഉടുക്കും, മരുമോനെ പൊക്കിക്കൊണ്ട് വന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ വേണ്ടി, പറ്റിപ്പോയി കൂട്ടുകാരാ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം പോകുന്നത്.